ഹന രാഹിതി കരേരിക്ക് മൈപ്പി ക്ലാർക്ക്. ഈ പേര് നിങ്ങൾക്കത്ര പരിചയമൊന്നുമില്ലെങ്കിലും നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ടൊരു 11 മാസങ്ങൾക്ക് മുമ്പ് അവർ ന്യൂസിലൻഡിൻ്റെ പാർലമെൻറ്റിൽ ഏറ്റവും ആദ്യത്തെ ഒരു സ്പീച്ചും അതിനുശേഷം അവർ പലതവണ ന്യൂസിലൻഡിൽ ഹക്ക ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസും കളിച്ചിട്ടുണ്ട്. ആ ഡാൻസ് ലോകം മുഴുവൻ വൈറലായിട്ടുണ്ട്. കാരണം വളരെ എനർജിയോടുകൂടി വളരെ ചടുലമായ ഒരു നൃത്തമാണത്. യഥാർത്ഥത്തിൽ അതൊരു ഗ്രൂപ്പ് ഡാൻസായി കളിക്കുന്ന ഒരു ഐറ്റമാണ്. മാവോരി എന്ന് പറയുന്ന അവിടുത്തെ ട്രൈബൽസ് കളിക്കുന്ന ഒരു ഡാൻസാണ് ഹക്ക എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് കീറി എറിഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടാവും. അത് ന്യൂസിലൻഡിൽ ഉയർത്തിവിട്ടിട്ടുള്ള പ്രക്ഷോഭം ചെറുതല്ല. ഏതാണ്ട് 35,000-ഓളം വരുന്ന ആളുകൾ അവരുടെ തലസ്ഥാനത്തേക്ക് 450 കിലോമീറ്ററിലധികം നടന്നു വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി. ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അന്യവൽക്കരിക്കപ്പെട്ട ആളുകൾ, നമ്മുടെ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് 75 കൊല്ലമായി സംവരണം കൊടുത്തിട്ടും അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിക്ക് വലിയ വളർച്ചയില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലോകത്തെവിടെയും ഇത്തരത്തിൽ അന്യവൽക്കരിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപോലെയാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ നമ്മളെ ഈ വീഡിയോ സഹായിക്കും. കേവലം 52 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ചില പ്രശ്നങ്ങളുമായി ഒരു സിമിലാരിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവരേറ്റവും ആദ്യം ഒരു ട്രീറ്റി പ്രിൻസിപ്പൾസ് ബിൽ എന്ന് പറയുന്ന ബില്ലാണ് കീറിയെറിയുന്നത്. ആ ബില്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ അവിടെ വൈതാങ്കി എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്. 1840 സൈൻ ചെയ്തതാണ്. ആ 1840 സൈൻ ചെയ്തിട്ടുള്ള വൈതാങ്കി ട്രീറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് ട്രീറ്റി പ്രിൻസിപ്പൾസ് ബിൽ എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവതരിപ്പിക്കാൻ നിയുക്തനായത് ഡേവിഡ് സെയ്മർ എന്ന് പറയുന്ന മയൂരി തന്നെയായിട്ടുള്ള 41 വയസ്സുകാരനായിട്ടുള്ള ന്യൂസിലൻഡിൻ്റെ ഒരു മിനിസ്റ്ററാണ്, മിനിസ്റ്റർ ഫോർ റെഗുലേഷൻ. അവിടെ ഭരിക്കുന്നത് 3 റൈറ്റ് വിങ് പാർട്ടികൾ, സെൻട്രൽ റൈറ്റ് വിങ് എന്ന് വിളിക്കാവുന്ന പാർട്ടികൾ കൂടിയാണ്. അതിൽ ATC എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് ഈ 41 വയസ്സുകാരനായിട്ടുള്ള ഡേവിഡ് സെയ്മർ. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാവോരി എന്ന് പറയുന്ന ട്രൈബൽസിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാവോരി ട്രൈബൽസിലെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭമായിട്ട് വന്നതും അതിന് ഏറ്റവും മുമ്പിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഹന രാഹിതി വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അറിയണമെങ്കിൽ എന്നാണ് ഈ വൈതാങ്കി എന്ന ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റി ഉടമ്പടി ഒപ്പിട്ടതെന്നും അത് ആരുമായിട്ടാണ് ഒപ്പിട്ടതെന്നും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ന്യൂസിലൻഡിനെ ഒരു കോളനിയാക്കി വച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് രാജ്ഞി, അവരാണ് ഈ പറയുന്ന വൈതാങ്കി എഗ്രിമെൻ്റ് ഒപ്പിടുന്നത്. ആ എഗ്രിമെൻ്റ് ഒപ്പിടുന്നത് അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള 11-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ജീവിച്ചിരുന്ന മാവോരി എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഒരു 500-ലധികം വരുന്ന നേതാക്കളുമായിട്ടാണ് ഇവർ ഈ ട്രീറ്റി ഒപ്പിടുന്നത്. അപ്പോൾ ആ ട്രീറ്റി ഒപ്പിട്ടപ്പോൾ തന്നെ അതിലൊരു വലിയ ചതി നടന്നു. ഇംഗ്ലീഷുകാരാണല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ തുടക്കക്കാരും അവർ തന്നെയാണ്. ഇന്ത്യയിലും അവർ തന്നെയാണ് കോളനി വൽക്കരിച്ചിരുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അവർ ചെയ്തൊരു പണി എന്ന് പറയുന്നത് ഈ 500 മറ്റേ വലിയ ട്രൈബലിൻ്റെ നേതാക്കന്മാരായിട്ടൊക്കെ ഒപ്പിടുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് മാവോരി എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ട്രീറ്റികൾ ഉണ്ടാക്കി, ഒന്ന് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒന്ന് മാവോരിയിലും. അപ്പോൾ മാവോരി ട്രീറ്റിയിലാണ് അവിടെ നിന്നുള്ള ആളുകൾ ഒപ്പിട്ടത്. പക്ഷേ ഇംഗ്ലീഷ് ട്രീറ്റിയിലാണ് നമ്മുടെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഇംഗ്ലണ്ടുകാർ ഒപ്പിട്ടത്. അപ്പോൾ ആ മാവോരി ട്രീറ്റിയും പക്ഷേ ഇംഗ്ലീഷിലുള്ളതും അതുപോലെ മാവോരി ഭാഷയിലേക്കും അത് തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോവറിനിറ്റി എന്ന് പറയുന്ന പരമാധികാരം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ മാവോരി ഭാഷയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ മാവോരിയിലേക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിനുള്ള അധികാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ മാവോരിയിലേക്ക് എഴുതി വെക്കുമ്പോൾ സോവറിനിറ്റി എന്നാണ്, പക്ഷേ ഇങ്ങോട്ട് എഴുതി വെക്കുമ്പോൾ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിനുള്ള അധികാരമെന്നാണ്. അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യസ്തതകൾ ഉണ്ടായിക്കൊണ്ട് അവരെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇംഗ്ലണ്ടുകാർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ പറ്റിക്കൽ. രണ്ടാമത്തെ പറ്റിക്കൽ എന്ന് പറയുന്നത്, ഇവർക്ക് ആർക്കെങ്കിലും മാവോരി ഗോത്രത്തിലെ ആളുകൾക്ക് സ്ഥലം വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടുകാരനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചുകൊണ്ട് ഈ 2 ട്രാൻസ്ലേഷനിലും 2 തരത്തിലുള്ള വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അതെങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വൈതാങ്കി ട്രീറ്റ്മെൻറ്റ് അവിടെ നിലവിൽ വന്നത്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ സ്ഥലങ്ങൾ, ഈ പറയുന്ന മാവോരി ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥലങ്ങൾ പലപ്പോഴും ഈ യൂറോപ്യൻസും ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ നിരവധി ആളുകൾ കയ്യേറിയിരുന്നു. കാരണം ഇവർ നേരത്തെ ഏറ്റവും ആദ്യം 1980-കൾക്ക് മുമ്പ് ഇവരുടേത് 1 മില്യൺ ജനസംഖ്യയായിരുന്നു. ഒരു 10 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ടായിരുന്നു. ആ ജനസംഖ്യയിലും നിരവധി കുറവുകൾ വന്നു എന്ന് പറഞ്ഞാൽ 1983 അവിടെയുള്ളത് 4.3 ലക്ഷത്തോളം, അതായത് 4,34,000 വരുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അതിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. 5,98,000-ലേക്ക് 2013 ഡാറ്റ വെച്ചിട്ട് അവർ കൂടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ലോങ് ടൈം ബേസിസിൽ നോക്കിയാൽ അവരുടെ ജനസംഖ്യ ഏതാണ്ട് പകുതിയായി കുറഞ്ഞു. കൂടാതെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, തരംതിരിവുകൾ അവരുടെ സൊസൈറ്റിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അവർക്ക് വേണ്ട വിധത്തിൽ ചികിത്സകൾ കിട്ടുന്നില്ല, അവർക്ക് വലിയ തോതിൽ ഉള്ള അപരവൽക്കരണം അവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കൂടാതെ അവരോട് ഫിഷിങ്ങും അതുപോലെ തന്നെ കൃഷിയും മാത്രമാണ് അവർക്ക് തൊഴിൽ ഉപജീവന മാർഗമായിട്ടുണ്ടായിരുന്നത്. അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആയുർദൈർഘ്യം തന്നെ അവിടെയുള്ള ബാക്കിയുള്ള ന്യൂസിലൻഡിൻ്റെ ജനവിഭാഗവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 7 കൊല്ലത്തോളം കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വൈതാങ്കി ട്രീറ്റി അടക്കമുള്ള നിരവധി ട്രീറ്റികൾ ഉണ്ടായിട്ടും യഥാർത്ഥ ഭൂവുടമകൾ അവരായിട്ടും അവർക്ക് വേണ്ട രീതിയിൽ നീതി കിട്ടിയില്ല എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പിന്നീട് 1975 ഒരു വൈതാങ്കി ട്രിബ്യൂണൽ എന്ന് പറയുന്ന ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സ്ഥലവുമായിട്ടും മറ്റുള്ള അവരുടെ പ്രശ്നങ്ങളുമായിട്ടുമുള്ള കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിന് ഒരു ട്രിബ്യൂണൽ സ്ഥാപിക്കുകയും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നിലവിൽ വന്നിട്ടുള്ള പല ഭരണകൂടങ്ങളും അവർക്ക് 170 മില്യൺ ന്യൂസിലൻഡ് ഡോളർ അടക്കമുള്ള നിരവധി പണങ്ങൾ ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കോമ്പൻസേഷനായിട്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും അവരുടെ ഇപ്പോൾ ഏതാണ്ട് 14.5% വരുന്ന അവരുടെ ജനസംഖ്യക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉയർച്ച അവർക്ക് ഉണ്ടായില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഏതാണ്ട് ഇപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബിനും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ നമ്മൾ റിസർവേഷൻ കൊടുത്തിട്ടും യഥാർത്ഥത്തിലുള്ള ഒരു ഉയർച്ച ആ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കാണാം. അവർ പലപ്പോഴും വലിയ അനീതികൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂസിലൻഡിൽ ഇവരുടെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിഡ് സൈമർ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രി, അവർ മിനിസ്റ്റർ ഫോർ റെഗുലേഷൻ ആണ്, അദ്ദേഹം ഒരു മാവോരിയാണ്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ റൈറ്റ് വിങ്, മിഡിൽ റൈറ്റ് വിങ് എന്ന് പറയാവുന്ന, സെൻട്രൽ റൈറ്റ് വിങ് എന്ന് പറയാവുന്ന പാർട്ടികളുടെ ഒരു കൊളീഷൻ, 3 പാർട്ടികളുടെ കൊളീഷനാണ് അവർ ഭരിക്കുന്നത്. നേരത്തെ അത് കുറച്ചുകൂടി ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ റൈറ്റ് വിങ്ങുകാർ ഇവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഡേവിഡ് സൈമറിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രീറ്റി പാസ്സാക്കാണ് ചെയ്യുന്നത്. ആ ട്രീറ്റിയിൽ പറയുന്നൊരു കാര്യം, ഈ സ്ഥലത്തിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള കൈവശാവകാശം ഉടമ്പടികൾക്ക് വിധേയമായി, അതായത് റിട്ടൺ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നും അത് മാവോരി എന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നിയമമായി അത് കൊണ്ടുവരുമെന്നുമാണ് പറഞ്ഞത്. പക്ഷേ ഈ നിയമം പോലും അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജുകളെയും റൈറ്റുകളെയും അപകടപ്പെടുത്താനാണ് എന്ന് പറയുന്ന ഭയം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ഇത്രയും നാളത്തെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് അവർ വലിയ തോതിൽ ഒരു പ്രൊട്ടസ്റ്റിന് റെഡിയായി. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി വളരെ ശാന്തമായിട്ട് അവർ ഹക്ക ഡാൻസുകൾ കളിക്കുന്ന ഒരു രംഗമാണ്. 35,000 പേര് ഈ 450 കിലോമീറ്റർ നടന്നു വന്ന് ഹക്ക ഡാൻസുകൾ കളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹന രാഹിതി കരേരിക്കി മൈപ്പി ക്ലാർക്ക് എന്ന് പറയുന്ന അവർ ഹക്ക ഡാൻസ് ഈ ന്യൂസിലൻഡിൽ കളിക്കുന്നത്. അതുകൊണ്ട് അത് വെറുമൊരു ഡാൻസോ നമുക്ക് കണ്ടിരിക്കാൻ രസമുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഒരാൾ അലറി വിളിക്കാനുള്ള കാര്യം കൊണ്ടുള്ള, അലറി വിളിക്കുന്നത് കാണുമ്പോഴുള്ള കൗതുകമോ മാത്രമല്ല, പകരം അതിൻ്റെ പിന്നിൽ വംശീയമായി പറ്റിക്കപ്പെട്ട, അതിനുശേഷം അവരെ വീണ്ടും ഇല്ലായ്മ ചെയ്യാനുള്ള, അവരുടെ അവകാശങ്ങൾ പോലും തട്ടിയെടുക്കുന്ന രീതിയിലുള്ള അവരുടെ ജനതതികൾക്ക് നമ്മുടെ ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ, ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ തന്നെ വലിയ വംശീയമായിട്ടുള്ള വിദ്വേഷമുണ്ട്. അത് വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമായിട്ടും ഇന്ത്യയിലടക്കം ഷെഡ്യൂൾഡ് ട്രൈബ്സും ആദിവാസീസും നിരവധി ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്കും വേണ്ടത്ര നീതി കിട്ടുക ഉണ്ടായിട്ടില്ല ഈ പറയുന്ന 75 കൊല്ലത്തിന് ശേഷവും. അപ്പോൾ ഇതേപോലെ തന്നെ ന്യൂസിലൻഡിലും അത്തരത്തിലുള്ള നീതികൾ കിട്ടിയിട്ടില്ല. പക്ഷേ ന്യൂസിലൻഡിൽ വന്നിട്ടുള്ള ഭരണകൂടം പലപ്പോഴും വലിയ തുകകൾ അവർക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 1840 ശേഷം ഇത്തരത്തിലുള്ള ഒരു കാര്യം മാറ്റിക്കൊണ്ട് അവിടെ എല്ലാവർക്കും തന്നെ തുല്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരാനുള്ള പരിശ്രമം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന
ഒരു റൈറ്റ് വിങ് എന്ന് വിളിക്കാവുന്ന ഭരണകൂടം അവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ക്രിസ്റ്റഫർ ലെക്സൺ എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പ്രക്ഷോഭത്തിന് തടയിടാനാണ് സാധ്യത. കാരണം അല്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ലോകത്തെവിടെയും ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള വേർതിരിവുകളും പല കമ്മ്യൂണിറ്റികളും ഭരണകൂടത്തിൽ നിന്ന് കൃത്യവും ഒരു നീതിയുക്തവുമായിട്ടുള്ള നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തെവിടെയും സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഡാൻസ് കണ്ടിട്ടുള്ള നിങ്ങൾ ആ ഡാൻസിൻ്റെ പിന്നിലെ ഹന റാഹിത്തിയുടെ ഡാൻസിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഇല്ലാതെ തന്നെ ന്യൂസിലൻഡ് പോലെ 52 ലക്ഷത്തിൽ ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ വളരെ സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിലൂടെയും വളരെ കൃത്യമായ ഒരു ഡാൻസ് എന്ന് പറയുന്ന ഒരു രൂപത്തിലൂടെയും ഒക്കെ തന്നെ ലോകത്തിൻ്റെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും ന്യൂസിലൻഡിൻ്റെ ആ നിയമത്തെ മാറ്റിവെക്കാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നവർക്കും കൂടി പാഠമാകേണ്ട കാര്യമാണ്.